അനുഗമിച്ചിടും ഞാനൻ പരനേ. പരനേ, കുരിശിൽ മരിച്ചുയർത്ത നാഥനേ, ഇന്നും എന്നും മാറ്റമില്ലാത്തവല്ലവനേ, ഇന്നും എന്നും മാറ്റമില്ലാത്തവല്ലവനേ. തൻ്റെ ക്രൂശ് എടുത്ത്, തൻ്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ തൻ്റെ മരണം, അതായത് മരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ശാരീരിക മരണമല്ല. ലോകത്തിൽ ഞാൻ ഇന്ന് വരെ, നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിലൊക്കെ വായിച്ച കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ വായിച്ചത് ഒരിക്കൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ആൾക്കാരായിരുന്നു, അവരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുകയായിരുന്നു, അവരുടെ ഭാഗമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് അത് ഇല്ലാതെയായി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മെയും അവൻ ഉയിർപ്പിച്ചു. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരെല്ലാവരും സകലവും വിട്ട് അവനെ അനുഗമിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗം, അതിൻ്റെ 19 മുതലുള്ള വാക്യം, എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അത് പറയുന്നത് 18-ാമത്തെ വാക്യത്തിലുണ്ട്. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, ഇങ്ങനെ മീൻ പിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിനെന്ന് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. വല വിട്ടേച്ച്. 21-ാമത്തെ വാക്യത്തിൽ അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോവും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാരും പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. ഉടനെ അവരും പടകിനെയും അപ്പനെയും വിട്ട് അവരെ അനുഗമിച്ചു. പത്രോസിനെ വിളിച്ചപ്പോൾ വലയെ ഉള്ളായിരുന്നു, അതുകൊണ്ട് വല വിട്ടേച്ച് പോന്നു. യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പടകും ഉണ്ടായിരുന്നു, പിന്നെ അപ്പനും ഉണ്ടായിരുന്നു. അവരെയും വിട്ടേച്ചു പോയെന്ന്. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അവന് ചാർച്ചക്കാരും എല്ലാം ഉണ്ടായിരുന്നു, ദേശവും ചാർച്ചക്കാരും എല്ലാം ഉണ്ടായിരുന്നതായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവം പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത്, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. വിട്ട് പുറപ്പെട്ട്, വിടുക, പുറപ്പെടുക. എന്താണെന്നറിയാമോ? മറ്റൊന്നും കൊണ്ടല്ല, മറ്റൊന്നും ഇനി അബ്രഹാമിനെ ബാധിക്കുവാൻ പാടില്ല എന്ന് ദൈവം തീരുമാനിച്ചു. ഇപ്പൊ ദൈവം മുന്നേ നടക്കുക, ദൈവം ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്, ദൈവത്തിൻ്റെ പുറകെ അബ്രഹാമും നടക്കുകയാണ്. അവർക്കിടയിൽ യാതൊന്നുമില്ല. അതാണ് ഉപേക്ഷണം എന്ന് പറയുന്നത്. യേശുവിനും എനിക്കും മധ്യത്തിൽ യാതൊന്നുമില്ലാത്ത ഒരവസ്ഥ, എന്നെ പുറകോട്ട് പിൻവലിക്കുന്ന യാതൊരു ശക്തിയുമില്ലാത്ത അവസ്ഥ. ദേശം പോലും കണ്ടല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഏത് ദേശമാണെന്ന് പോലും അബ്രഹാമിനോട് പറഞ്ഞില്ല. താൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടെന്നാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. ചിലർ പറയും, ഇപ്പൊ കനാൻ നാട് കാണിച്ചേച്ച് ഹാരാൻ വിടാൻ പറഞ്ഞാൽ ഏതാണ്ട് പ്രയാസമുണ്ടോ എന്ന് ചിലർ ചോദിക്കും. കനാൻ നാട് കാണിച്ചേച്ചല്ല കർത്താവ് ഇത് പറഞ്ഞത്. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സൊക്കെ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങളാണ്. അവർ പറയുന്നത് ഹാരാൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മോശം സ്ഥലവും, കനാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കനാൻ പാലും തേനും ഒഴുകുന്ന ദേശമാണ്, അത് നമുക്കറിയാം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഹാരാൻ അത്ര മോശമൊന്നുമല്ല. ഞാൻ ഹാരാനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, അന്ന് ഈ പറഞ്ഞതുപോലെ ഇഷ്ടിക വീടുകൾ ഉണ്ടായിരുന്ന വളരെ മനോഹരമായ ഒരു പട്ടണമാണ് ഹാരാൻ. എന്ന് തന്നെയല്ല, ഈ ഹാരാനിൽ അബ്രഹാം അത്ര മോശക്കാരൻ. നമ്മുടെ ഈ ചിലരുടെ ഈ പ്രോസ്പെക്റ്റിക്കാരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ, ഒന്നുമില്ല, അതെങ്ങാണ്ടൊരു കുടിലിൽ താമസിച്ച അബ്രഹാം അത് വിടാൻ പറഞ്ഞു, അവനങ്ങോട്ട് വിട്ടു, കനാനിൽ അവന് വിശാലമായ എന്നൊക്കെ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് വേദപുസ്തകം വായിക്കാതെ ഇവരൊക്കെ എന്താ ഈ പ്രസംഗിക്കുന്നത്? ഹാരാൻ മോശമായ സ്ഥലം തന്നെയല്ല, അബ്രഹാം ഒന്നുമില്ലാത്തവനായിട്ടല്ല പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. യഹോവ അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നത്, അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് അവരൊരുമിച്ച് പോകുന്നു.
5-ാമത്തെ വാക്യത്തിൽ അബ്രാം തൻ്റെ ഭാര്യയായ സാറായെയും സഹോദര മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുക്കളൊക്കെയും. അപ്പോൾ അബ്രഹാമിന് എന്തെല്ലാം ഉണ്ടായിരുന്നു? ഹാരാനിൽ ഇഷ്ടം പോലെ സമ്പത്തുക്കൾ ഉണ്ടായിരുന്നു. ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും, ഇഷ്ടം പോലെ അടിമകൾ, വീട്ടിൽ ജനിച്ച 318 അഭ്യാസികൾ അവന് ഉണ്ടായിരുന്നു. അവരെ കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി. പക്ഷെ കനാൻ ദേശത്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും എബ്രായ ലേഖനത്തിൽ പറയുന്നത് എങ്ങോട്ട് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു എന്നുള്ളതാണ്. എങ്ങോട്ട് പോകുന്നുവെന്നറിയാൻ വയ്യാതെ പുറപ്പെട്ടു. ശരിക്കും ദൈവശബ്ദം കേട്ടപ്പോൾ ഇവൻ ആരോടും ആലോചനയൊന്നും ചോദിച്ചില്ല. ഇങ്ങനൊരു ശബ്ദം ഞാൻ കേട്ടു, എനിക്ക് അത്രേ അറിയത്തില്ല, എന്നാലും എങ്ങനെയുണ്ട് കനാൻ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട്? പോയാൽ വല്ല ഗുണവും ഉണ്ടോ എന്നൊന്നും ചോദിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തോലുമില്ല കനാനിലേക്കാ പോകുന്നതെന്ന്. അവൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നാട്ടുകാരൊക്കെ ചോദിച്ചു കാണാം, എവിടെ പോവാടാ? അറിയത്തില്ല. അല്ല, എന്നാലും അറിയത്തില്ല. നീ എങ്ങോട്ടാ ഇപ്പൊ പോന്നേ? ദൈവം കാണിക്കുന്നതനുസരിച്ച് ദൈവത്തെ കണ്ടങ്ങ് പോവുക. എടാ, ജംഗ്ഷനിൽ ചെന്നിട്ട് നീ ഇടത്തോട്ട് പോകുമോ വലത്തോട്ട് പോകുമോ? അറിയത്തില്ല. കർത്താവ് വലത്തോട്ട് പോയാൽ ഞാനും വലത്തോട്ട് പോകും, ദൈവം ഇടത്തോട്ട് പോയാൽ ഞാനും ഇടത്തോട്ട് പോകും. അറിയത്തില്ല. ഒന്നും അറിയാൻ വയ്യാതെ ഇറങ്ങി പുറപ്പെട്ടു. ആളുകൾ ചോദിച്ചിട്ട്, ചിലപ്പോൾ ആളുകൾ ചോദിച്ചു കാണും, ഇവൻ എന്തോ പറ്റി, ഇവന് വല്ല പ്രാന്ത് വല്ലതും വിളിച്ചോ? അവർ ചോദിച്ചു, നീ തന്നെയാണോ പോകുന്നത്? അല്ല, സാറായും വരുന്നുണ്ട്. ആണോ? എടാ, നിന്റെ കാര്യമോ പോക്ക, നീ ആ പെങ്കൊച്ചിനെ കൂടെ നശിപ്പിക്കുമല്ലേ എന്നൊക്കെ ചിലപ്പോൾ നാട്ടുകാർ പറഞ്ഞു കാണും. പക്ഷെ വേറെ കാര്യമുണ്ട്, അവനറിയാം അവനെ വിളിച്ചത് ആരാണെന്ന്. ആ ദൈവത്തെ അവൻ കണ്ടു. ഹി സോ ഹിസ് ഗാഡ്. ആ ദൈവത്തെ കണ്ടത് കൊണ്ടാണ്, ദേശം കണ്ടത് കൊണ്ടല്ല അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടത്, ദൈവത്തെ കണ്ടുകൊണ്ടാണ് ഇറപ്പെട്ടത്. കനാൻ നാട് കണ്ടത് കൊണ്ടല്ല അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടത്, ദൈവത്തെ കണ്ടുകൊണ്ടാണ്. ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അവിടെ ചെന്നാൽ ദേശം തരാമെന്ന് പോലും അന്നേരം പറഞ്ഞില്ല. കനാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് പറയുന്നുണ്ട്, പക്ഷെ അന്നേരം പറയുന്നില്ല. ഇത്രയും സമ്പന്നനായ വ്യക്തി, നമ്മൾ പറയുന്ന പ്രോസ്പെരിറ്റിക്കാരൻ പറയുന്ന നേരെ തിരിച്ചാ. ഒന്നും ഇല്ലാത്തവനെ ദൈവം കനാനിൽ ഏതാണ്ട് വലിയ ആളാക്കി. ഞാൻ ഇവരോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, കനാൻ നാട്ടിൽ എവിടാ അബ്രഹാം താമസിച്ചത്? കൂടാരത്തിൽ, അല്ല കൊട്ടാരത്തിലല്ല. കൊട്ടാരം പോലുള്ള വീടുകൾ ഹാരാനിലുണ്ടായിരുന്നു, പക്ഷെ കനാൻ നാട്ടിൽ ചെന്ന് കൂടാരത്തിൽ പാർത്തു. പിന്നെ വേറൊരു കാര്യം, ദേശം കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞു, പക്ഷേ തൻ്റെ ജീവിതകാലത്ത് അവന് ഒന്നും കിട്ടിയില്ല. സ്വന്തം ഭാര്യയെ അടക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവനായാണ് ഈ കനാൻ നാട്ടിൽ അബ്രഹാം ജീവിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താ? അവൻ്റെ ദർശനം വലുതായിരുന്നു. ഇബ്രായ ലേഖനം വായിക്കുമ്പോൾ അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ വിവരിച്ച് ജനങ്ങളെ വഞ്ചിക്കാതെ ഉയരത്തിലുള്ളതിനെ കുറിച്ചൊന്ന് പറ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തെ കാത്തിരുന്നു. അതാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഈ ഭൂമിയിലെ മഹാസമ്പത്തുക്കൾ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പറഞ്ഞ് ഈ ജനങ്ങളെ നിങ്ങൾ കളിപ്പിക്കരുതെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിൽ നിന്ന് അവരുടെ നോട്ടം, സാധാരണക്കാരായ പാവപ്പെട്ട വിശ്വാസികളുടെ നോട്ടം സ്വർഗത്തിൽ നിന്ന് മാറ്റി ഈ ഭൂമിയിലേക്ക് ആക്കരുത്. കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇന്നിപ്പോൾ ആൾക്കാർ പറയുന്നത് ഉയരത്തിലുള്ളതല്ല, ഭൂമിയിലുള്ളത് ആലോചിക്കുക. ഇവിടെ ഇല്ലാത്തത് എന്തിനാടാ അവിടെ? ഇവിടെ നിനക്ക് ദൈവം അത് തരും, ആന തരും, ചേന തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഉയരത്തെക്കുറിച്ച്, സ്വർഗീയമായതിനെക്കുറിച്ച് ഒരു ദർശനത്തോടു കൂടെയാണ് അബ്രഹാം പുറപ്പെടുന്നത്. കനാൻ നാട് തരാമെന്ന് പറഞ്ഞ് അബ്രഹാമിനോട് പറഞ്ഞിട്ട് പോലും ദൈവം കൊടുത്തില്ല. കൊടുക്കാഞ്ഞതിന് ഒരൊറ്റ സ്ഥലത്ത് പോലും അബ്രഹാം പരാതി പറയുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പരാതി പറയാത്തത്? അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചു. സ്വർഗത്തിൻ്റെ ഒരു ദർശനം ഉണ്ടാകുമ്പോഴാണ് ഈ ഭൂമിയിലുള്ളതൊന്നും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വർഗീയ ദർശനം ഇല്ലാത്തവനാ ഇതിൻ്റെ പുറകെ അങ്ങ് ചാടിപ്പിടിച്ച് കിടക്കുന്നത്, കമന്ന് കിടക്കുന്നത്. കാറ, വീട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കമന്ന് കിടക്കുന്നത് ആരാന്നറിയാമോ? സ്വർഗീയ ദർശനം ഇല്ലാത്തവനാ. നിനക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് തരും. ആവശ്യമുള്ളത്, നിന്റെ അത്യാഗ്രഹങ്ങളല്ല, ആവശ്യമുള്ളത്.
മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. ഗ്രീഡ്സ് അല്ല, നീഡ്സ്, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. നമ്മുടെ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ അത് കർത്താവ് തരും. പക്ഷേ ആത്യന്തികമായി ഞാൻ സ്വർഗത്തിന് വേണ്ടിയുള്ളവനാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഇതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, അബ്രഹാം വ്യത്യസ്തനായിരുന്നു. അന്നുവരെ ഉണ്ടായിരുന്ന അവൻ്റെ കൂട്ടുകാരേക്കാൾ, അവൻ്റെ പിതൃഭവനത്തേക്കാൾ, അവൻ്റെ ദേശത്തിലെ ആളുകളെക്കാൾ ഡിഫറൻ്റ് ആയിരുന്നു അബ്രഹാം. വ്യത്യസ്തനായിരുന്നു. കാര്യം അവന് സ്വർഗീയ ദർശനമുണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഒരു പാളിച്ചയും പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവനൊരു സ്വർഗീയ ദർശനം ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ ലോത്തും പോയെന്ന നമ്മൾ ഉൽപ്പത്തി ദിവസം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോടുകൂടെ പോയി. ഞാനിത് വായിച്ചപ്പോൾ ചിന്തിച്ചു, ലോത്തിനെ കൊണ്ടുപോയെന്നല്ല എഴുതിയിരിക്കുന്നത്, ലോത്തും അവനോടുകൂടെ പോയി. ലോത്ത് ചിന്തിച്ചു, ഇവൻ ഈ ഹാരാനി താമസിച്ചിട്ട് തന്നെ ഇവൻ്റെ കാശിന് കണക്കും കഴിയില്ല, ഇനി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് കനാൻ നാട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തോ ആയിരിക്കും, എന്നാൽ പിന്നെ ഇവൻ്റെ കൂടെ പോയേക്കാമെന്ന് ചിന്തിച്ചു. നോക്കുക, ലോത്ത് ദൈവത്തെ കണ്ടിട്ടില്ല, അബ്രഹാം ദൈവത്തെ കണ്ട് ഇറങ്ങിയവനാണ്. ലോത്ത് ദൈവത്തെ കണ്ടവനെ കണ്ടിറങ്ങിയതാണ്. ഇന്നും അതുപോലെ ഒത്തിരി ഉണ്ട്. ദൈവത്തെ കണ്ടിറങ്ങുന്നവനും ഉണ്ട്, ദൈവത്തെ കണ്ടവനെ കണ്ടിറങ്ങുന്നവരും ഉണ്ട്. ദൈവത്തെ കണ്ടിറങ്ങിയവന് യാതൊരു രീതിയിലും ദൈവത്തെ വിട്ടുകളയുകയില്ല. ദൈവത്തെ കണ്ടിറങ്ങിയവനെ കണ്ടിറങ്ങുന്നവൻ ചിലപ്പം ഭൂമിയിലുള്ളതൊക്കെ കാണുമ്പോൾ അവൻ മാറിയെന്നിരിക്കും. ലോത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് പറയാം. എന്നാൽ അബ്രഹാം വ്യത്യസ്തനായിരുന്നു എന്നുള്ളതാണ്. ലോത്തിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരുന്നു. മറ്റ് ജനങ്ങളിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരുന്നു, ലോത്തിൽ നിന്നും അവൻ വ്യത്യസ്തനായിരുന്നു. അബ്രഹാമിൻ്റെ ബന്ധം, ലോത്ത് കൂടെ വന്നു, സാറ കൂടെ വന്നു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ആ ദൈവബന്ധമാണ് അവനെ വഴി നടത്തിയത് മുഴുവൻ. ദൈവവുമായിട്ടുള്ള ആ റിലേഷൻ. ഈ 12-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അത് കനാൻ നാട്ടിൽ ചെന്നതിന് ശേഷമാണ്. കനാൻ ദേശത്ത് എത്തി. അവിടെ ചെന്നപ്പോൾ കർത്താവ് യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. യഹോവ പ്രത്യക്ഷനായതൊന്നും ലോത്ത് കണ്ടിട്ടില്ല, പക്ഷെ അബ്രഹാം കണ്ടു. അബ്രഹാം എന്ത് ചെയ്തു? തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തെക്കുറിച്ച് നമ്മൾ നോഹയുടെ കാര്യത്തിലും പറഞ്ഞതാണല്ലോ ആ കാര്യത്തെക്കുറിച്ച്. എന്താണ് യാഗപീഠം പണിയുമ്പോൾ അതിൻ്റെ അർത്ഥം? അവൻ പറയുകയാണ്, ദൈവമേ, ഇനി ഞാൻ എൻ്റെ വകയല്ല, ഞാൻ നിൻ്റെ വകയാണ്. എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം അത് നീ പറയണം. നീ പറയുന്നതൊഴികെ വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. ഞാൻ നിൻ്റെ വകയാണ്. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ ഒരു യാഗപീഠം പണിതു. പ്രിയമുള്ളവരെ, ദൈവപ്രത്യക്ഷത നല്ലതാണെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു യാഗപീഠം പണിയേണ്ടത് ആവശ്യമാണ്. അഥവാ നമ്മളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും നമ്മുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുകയും വേണം. നമ്മുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യണം. ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇന്ന് ഞാൻ ഈ വാക്കുകളെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഉടമസ്ഥാവകാശം നമ്മൾ കൈമാറ്റം ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, അതാണ് യേശുവിനെ കർത്താവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. യേശുവിനെ ഞാൻ കർത്താവാക്കുമ്പോൾ എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ കർത്താവിന് കൈമാറ്റം ചെയ്യുകയാണ്. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അബ്രഹാം ഒരു യാഗപീഠം പണിതു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള യാഗപീഠം പണിതിട്ടുണ്ടോ? നമ്മുടെ പ്രസംഗകരൊക്കെ ആലോചിക്കണം. നിങ്ങൾ ഈ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് നിനക്ക് അത് തരും, ഇത് തരും, നിനക്ക് കാറ് തരും, വീട് തരും, BMW വരുമെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അല്ല വിഷയം. യാഗപീഠം പണിയാൻ പറയാം ആൾക്കാരോട്. കല്ലും മണ്ണും കൊണ്ട് പണിയാനല്ല, ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യാൻ. അതിനെക്കുറിച്ചുള്ള കൃത്യമായ ടീച്ചിങ് ഉണ്ടാകണം. യേശുവിനെ കർത്താവെന്ന് പഠിപ്പിക്കണം, ഉടമസ്ഥനെന്ന് പഠിപ്പിക്കണം. ഇനി നിനക്ക് നിന്റെ സ്വന്തം ജീവിതമില്ല എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിക്കണം. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിനോട് ഞാൻ പറയട്ടെ, തൻ്റെ ഇടമുണ്ടെങ്കിൽ അത് പഠിപ്പിക്ക്. നിന്റെ ഉടമസ്ഥൻ ദൈവമാണ്, അതുകൊണ്ട് ഇനി നിനക്ക് നിന്റേതായ ജീവിതമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച യേശുവിനെ ഓരോ നിമിഷത്തിലും കർത്താവായി കൊണ്ടു നടക്കുവാൻ
അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതാണ് പഠിപ്പിക്കേണ്ടത്, അതാണ് നമ്മൾ പറയേണ്ടത്, അതാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ ഉടമസ്ഥാവകാശം കർത്താവിന് കൊടുത്തില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് വളർന്നിട്ടില്ല. നമ്മുടെ ഉടമസ്ഥാവകാശം നമ്മൾ കർത്താവിന് കൊടുക്കണം. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവനൊരു യാഗപീഠം പണിതു. ദേശം കണ്ടിറങ്ങുന്നവരുണ്ട്, എന്നാൽ അബ്രഹാം ദേശം കണ്ടല്ല ഇറങ്ങിയത്. ദേശം കിട്ടും, കാറ് കിട്ടും, വീട് കിട്ടുമെന്നൊക്കെ ആയിരുന്നു പ്രസംഗം തന്നെ. അതായിപ്പോയി. അങ്ങനെയൊക്കെ പറഞ്ഞ് യേശുവോ അപ്പോസ്തലന്മാരോ ഇത് പറഞ്ഞ് പ്രസംഗിച്ച് ആളുകളെ വശത്താക്കിയിട്ടില്ല. വല്ല അസുഖം വല്ലതും ഉള്ളവന് കർത്താവ് സൗഖ്യം കൊടുത്തെന്നുള്ളതൊക്കെ ശരിയായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഭൗമിക സമൃദ്ധി പറഞ്ഞ് യേശുവോ അപ്പോസ്തലന്മാരോ പ്രസംഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗങ്ങൾ ദൈവികമാണെന്ന് നമുക്ക് പറയാൻ, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആണ്. ദൈവമൊക്കെ അതിനിടയ്ക്കൊക്കെ കാണുമായിരിക്കും, പറയുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ കാര്യമൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഡിസ്റ്റോർട്ടഡ് മെസ്സേജസ് ആണ്, വ്യതിചലിച്ച മെസ്സേജസ് ആണ്. ആ വ്യതിചലിച്ച സന്ദേശങ്ങൾ കേട്ട് നമ്മൾ അതിൽ പെട്ടുപോകരുത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. സ്വർഗീയമായതിനെ കാംക്ഷിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. അനുഗമിച്ചിടും ഞാനൻ പരനേ, പരനേ, കുരിശിൽ മരിച്ചുയർത്ത നാഥനേ. ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ. അനുഗമിച്ചിടും ഞാനൻ പരനേ, പരനേ, കുരിശിൽ മരിച്ചുയർത്ത നാഥനേ. ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ. മമക്കൊടും പാപം തീർക്കുവാൻ താൻ കനിഞ്ഞെന്നു, മമക്കൊടും പാപം തീർക്കുവാൻ താൻ കനിഞ്ഞെന്നു. വിമലജൻ ജീവൻ തരുവതിനും തുനിഞ്ഞെന്നു, വിമലജൻ ജീവൻ തരുവതിനും തുനിഞ്ഞെന്നു. അനുഗമിച്ചിടും ഞാനൻ പരനേ, പരനേ, കുരിശിൽ മരിച്ചുയർത്ത നാഥനേ. ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ. ക്ഷീണിതനായി ചോണിയിൽ ഞാൻ തളരുമ്പോൾ, ക്ഷീണിതനായി ചോണിയിൽ ഞാൻ തളരുമ്പോൾ, ആണികളേറ്റ പാണികളാലവൻ താങ്ങും, ആണികളേറ്റ പാണികളാലവൻ താങ്ങും. അനുഗമിച്ചിടും ഞാനൻ പരനേ, പരനേ, കുരിശിൽ മരിച്ചുയർത്ത നാഥനേ. ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ.